മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवते हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजधनुजे नित्ये निसुम्भापहे सुम्भध्वंसिनि संहरा सुदुरितं दुर्गे नमस्तेऽम्बिके. അനവധി അസുരന്മാരെ വസിച്ചു കഴിഞ്ഞപ്പോൾ രക്തബീജൻ എന്നുള്ളതായിട്ടുള്ള സുംഭനിസുംഭന്മാരുടെ മരുമകനായിട്ടുള്ള ഒരു അസുരൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എന്നാണ്. ആ രക്തബീജൻ്റെ അവസ്ഥ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം വീണാൽ, ആ തുള്ളിയിൽ നിന്ന് ഭൂമിയിൽ വീണാൽ അതിൽ നിന്ന് രക്തബീജനെ പോലെ ഉള്ളതായിട്ടുള്ള അത്രത്തോളം വീര്യബലങ്ങളോട് കൂടിയതായിട്ടുള്ള ഒരു അസുരൻ പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഈ രക്തബീജൻ യുദ്ധത്തിന് വന്നപ്പോൾ ഉണ്ടായതായിട്ടുള്ള സംഗതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈഷ്ണവീ ചക്രഭിന്നസ്യ രുധിരസ്രാവസംഭവൈ സഹസ്രശോ ജഗദ്വ്യാപ്തം തത്പ്രമാണൈർമഹാസുരൈ. വൈഷ്ണവി എന്നുള്ളതായിട്ടുള്ള ദേവി, വിഷ്ണുവിൻ്റെ ശക്തിയായിട്ടുള്ള വൈഷ്ണവി ദേവി, ആ ദേവിയുടെ ചക്രം, ചക്രായുധമാണ് വിഷ്ണുവിൻ്റെ ആയുധം, വൈഷ്ണവി ദേവിക്കും അതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ചക്രം കൊണ്ട് ഭിന്നമായി മുറിഞ്ഞു, ധാരാളം ദേഹത്ത് മുറിവ് പറ്റി. അങ്ങനെയുള്ളതായിട്ടുള്ള രുധിരസ്രാവ സംഭവൈ, അപ്പോൾ രക്തം ഒഴുകി തുടങ്ങി രക്തബീജൻ്റെ ശരീരത്തിൽ നിന്നാണ്. ആ രുധിരസ്രാവത്തിൽ നിന്ന്, സ്രാവം ഒഴുക്ക്, രുധിരത്തിൻ്റെ രക്തത്തിൻ്റെ ഒഴുക്ക്, അതിൽ നിന്ന് ഉണ്ടായതായ, അതൊഴുകി നിലത്ത് വീണപ്പോൾ അതിൽ നിന്നൊക്കെ അസുരന്മാരുണ്ടായി എന്നാണ്. ഓരോ തുള്ളിയിൽ നിന്നും ഓരോ അസുരന്മാർ വന്നു. അങ്ങനെ ഉണ്ടായതായ രുധിരസ്രാവ സംഭവൈഹി, രുധിരത്തിൻ്റെ സ്രാവം ഒഴുക്ക്, അതിൽ നിന്ന് ഉണ്ടായതായ സഹസ്രശഃ, ആയിരക്കണക്കിനുണ്ടായി എന്നുള്ളതാണ്. സഹസ്രശഃ, ആയിരക്കണക്കിന് ഉണ്ടായതായിട്ടുള്ള അസുരന്മാരെ കൊണ്ട് തൽപ്രമാണൈഹി മഹാസുരൈഹി, ഓരോരുത്തർക്കും ഈ രക്തബീജൻ്റെ വലിപ്പമുണ്ട്, അതുമാതിരിയുള്ളതായിട്ടുള്ള ശക്തിയുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള അസുരന്മാർ ജഗദ്വ്യാപ്തം, ലോകത്ത് മുഴുവൻ വ്യാപിച്ചു എന്നാണ്. അതായത് ഓരോ തുള്ളിയിൽ നിന്ന് ഓരോ അസുരന്മാരുണ്ടാവും. അപ്പം ഇങ്ങനെ അനവധി രക്തം സ്രവിച്ചപ്പോൾ അനവധി അസുരന്മാരുണ്ടായി എന്നാണ്. അങ്ങനെ ലോകം നിറഞ്ഞു ഈ അസുരന്മാരെ കൊണ്ട് എന്നാണ്. ശക്തിയാ ജഘാന കൗമാരി വാരാഹി ച തഥാസിന മാഹേശ്വരി ത്രിശൂലേന രക്തബീജമതാടയൽ. ഇനി ഓരോ ദേവിമാരും അപ്പം അടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ശക്തിയാ ജഘാന കൗമാരി, കൗമാരി എന്നുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യൻ്റെ ശക്തി, ആ ശക്തി തൻ്റെ ശക്തി കൊണ്ട് താടിച്ചു, രക്തബീജനെ താടിച്ചു എന്നാണ്, പ്രഹരിച്ചു. വാരാഹി ച തഥാസിന, വാരാഹി എന്നുള്ള പന്നിയുടെ വരാഹത്തിൻ്റെ ശക്തി ആയിട്ടുള്ളതായ വാരാഹി എന്നുള്ളതായ ലക്ഷ്മി ദേവി, ആ ദേവി അസി കൊണ്ട്, വാളുകൊണ്ടാണ് പ്രഹരിച്ചത്. മാഹേശ്വരി ത്രിശൂലേന, മഹേശ്വരൻ്റെ ശക്തിയായിട്ടുള്ള മാഹേശ്വരി ത്രിശൂലേന, ത്രിശൂലം കൊണ്ട് പ്രഹരിച്ചു. രക്തബീജമതാടയൽ, ഇങ്ങനെ മൂന്ന് എല്ലാവരും രക്തബീജനെ പ്രഹരിച്ചു എന്നാണ്, താടിച്ചു, പ്രഹരിച്ചു. അപ്പോൾ ഓരോരുത്തരെയും സചാപിഗതയാ ദൈത്യ സർവാ ഏവാഹനത് പൃഥക് മാതൃകോപ സമാവിഷ്ട രക്തബീജോ മഹാസുര. അപ്പോൾ ഈ രക്തബീജൻ എന്നുള്ളതായിട്ടുള്ള അസുരനും കോപം വന്നു. അയാൾ സചാപി, അവനാകട്ടെ ഗതയാ ദൈത്യ, സചാപി ദൈത്യ, ആ ദൈത്യനും ആ അസുരനും ഗതയാ, തൻ്റെ ഗത കൊണ്ട് സർവാ ഏവ അഹനത് പൃഥക്, എല്ലാ മാതാക്കളെയും, എല്ലാ മാതാക്കളെയും പൃഥക് അഹനൽ, വേറെ വേറെ പ്രഹരിച്ചു എന്നാണ്. സർവാ ഏവ അഹനത് പൃഥക്, അഹനത് എന്ന് വെച്ചാൽ കൊന്നു എന്നാണ് അർത്ഥം. പക്ഷെ അത്രയൊന്നും ഉദ്ദേശിക്കുന്നില്ല, അവിടെ പ്രഹരിച്ചു എന്നുള്ളതേ ഉള്ളൂ. സർവാ ഏവ അഹനത് പൃഥക്, വേറെ വേറെ ഓരോ മാതാക്കളെയും പ്രഹരിച്ചു എന്നാണ്. കോപസമാവിഷ്ട, എങ്ങനെയാണ് കോപസമാവിഷ്ടനായിട്ട്, കോപം വന്നിട്ടുള്ളതായ ആ രക്താബീജൻ എല്ലാ മാതാക്കളെയും തൻ്റെ ഗത കൊണ്ട് വേറെ വേറെ പ്രഹരിച്ചു.
രക്തബീജോ മഹാസുര, മഹാസുരനായിട്ടുള്ള രക്തബീജൻ എല്ലാ ദേവിമാരെയും വേറെ വേറെ തൻ്റെ ഗത കൊണ്ട് പ്രഹരിച്ചു എന്നാണ്. തസ്യാഹതസ്യ ബഹുധാ ശക്തിശൂലാദിഭിർഭുവി പപാത യോ വൈ രക്തൗഹഃ തേന അസച്ഛതശോസുരാഃ തേന ആസത് ശതശഃ അസുരാഃ എന്നാണ് പദമുറിക്കുക അവിടെ. തേന ആസത് ശതശഃ അസുരാഃ എന്നാണ് പദമുറിക്കുക. തസ്യ ആഹതസ്യ, ഈ ദേവിമാരാൽ പ്രഹരിക്കപ്പെട്ടതായ ബഹുധ, പലതരത്തിലും ദേവിമാർ പ്രഹരിച്ചു. ശൂലാദിഭി, ശക്തിശൂലാദികളെ കൊണ്ട്, ശക്തി ശൂലം തുടങ്ങിയത് ഓരോരുത്തരും ഓരോ ആയുധമാണല്ലോ പ്രയോഗിച്ചത്. അങ്ങനെ പ്രഹരിക്കപ്പെട്ടപ്പോൾ ഭുവി പപാത യോ വൈ രക്തൗഹഃ, യോ വൈ രക്തൗഹഃ ഭുവി പപാത, ഏത് രക്തസമൂഹമാണോ ഭൂമിയിൽ പതിച്ചത്, അതായത് ഓരോരുത്തരുടെ അടിക്കുമ്പോഴും രക്തം വീഴും എന്നുള്ളതാണ്. അങ്ങനെ ഭൂമിയിൽ പതിച്ചതായിട്ടുള്ള ആ രക്തൗഹത്തിൽ നിന്നൊക്കെ തന്നെ, രക്തസമൂഹത്തിൽ നിന്നൊക്കെ തന്നെ തേനാസത് ശതശഃ അസുരാഹ, നൂറുകണക്കിന് അസുരന്മാർ ഉണ്ടായി എന്നാണ്. അതായത് ഓരോ തുള്ളിക്കും ഓരോ അസുരനാണ്. അപ്പം അങ്ങനെ ധാരാളം രക്തം ഒഴിഞ്ഞപ്പോൾ ധാരാളം അസുരന്മാരുണ്ടായി എന്നാണ്. തൈശ്ച അസുരാസൃക് സംഭൂതൈഃ അസുരൈഃ സകലം ജഗത് വ്യാപ്തമാസീത് തതോ ദേവാ ഭയമാജഗ്മുരുത്തമം. തൈശ്ച അസുരാസൃക് സംഭൂതൈഃ, അസുരൻ്റെ അസൃക്ക് രക്തം, ആ അസൃക്കിൽ നിന്ന് ഉണ്ടായതായ, അസുരൻ്റെ അസൃക്കിൽ നിന്ന് ഉണ്ടായതായ സംഭൂതൈഃ, സംഭൂതങ്ങളായ അസുരൈഹി, അസുരന്മാർ, അതായത് രക്തബീജൻ്റെ അസൃക്കിൽ നിന്ന്, രക്തത്തിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള അസുരന്മാർ അനവധി പേരുണ്ടല്ലോ. അങ്ങനെ അസുരൈഹി സകലം ജഗത്, ജഗത്ത് മുഴുവൻ, ലോകം മുഴുവൻ വ്യാപ്തമാസീത്, വ്യാപിച്ചു, നിറഞ്ഞു, ലോകം നിറഞ്ഞു അസുരന്മാരെ കൊണ്ട് എന്നുള്ളതാണ്. തതോ ദേവാഹ ഭയമാജഗ്മുഹു ഉത്തമം, അപ്പോൾ ദേവന്മാർക്ക് വല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ഭയം ഉണ്ടായി. തതോ ജഗത് ദേവാഹ ഭയമാജഗ്മുഹു, ദേവന്മാർ ഭയത്തെ പ്രാപിച്ചു എന്നാണ്. അങ്ങനെ എല്ലാവരും അടിച്ചുവെങ്കിലും ആ ഓരോ തുള്ളിയിൽ നിന്നും വീണതായിട്ട് രക്തത്തിൽ നിന്നും പുതിയതായിട്ടുള്ള ഓരോ അസുരന്മാരെ ഉണ്ടായി. ആ അസുരന്മാരെ കൊണ്ട് ലോകം മുഴുവൻ വ്യാപിച്ചു. ദേവന്മാർക്കപ്പോൾ കണ്ടപ്പോൾ ഭയമായി എന്ന് പറയുകയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ.